കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൽ എവർക്കും സ്നേഹ വന്ദനങ്ങൾ. നമ്മൾ റോമാലേഖനത്തിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം ഒന്ന് മനസ്സിലാക്കി പോരുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് തെളിയിച്ചു തരുവാനായിട്ട് ഇടയായിരുന്നു. റോമാലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. സുവിശേഷം എന്നത് നമുക്ക് തരുന്നത് നീതിയാണ്. നീതീകരണമെന്നുള്ളത് നമ്മളുടെ പ്രവൃത്തിയാലല്ല, അത് ദൈവം സൗജന്യമായിട്ടാണ് നമുക്ക് തരുന്നത്. നീതീകരണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒരു ചെറിയ രീതിയിലൊന്ന് പറയുവാനായിട്ട് ശ്രമിച്ചു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപികളായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി പാപിയെ നരകത്തിൽ തള്ളണമെന്നുള്ളതാണ്, ശിക്ഷിക്കണമെന്നുള്ളതാണ്. അത് ദൈവം തന്നെ അതിന് ഒരു പരിഹാരമുണ്ടാക്കി. അവിടുന്ന് കന്യകാമറിയമിലൂടെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നിട്ട് നമ്മളുടെ മുഴുവനും പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ നീതി പുത്രനെ തകർത്തു കളഞ്ഞു. പുത്രനെ ദൈവം കൈവിട്ട് കളഞ്ഞു. പുത്രനെ മരണത്തിനെ ഏൽപ്പിച്ചു. ചിന്തിച്ചു നോക്കിക്കേ. പഴയ നിയമത്തിലെ യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ എത്ര ലേഖനത്തിൽ ഇത് വായിക്കുന്നുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് ബലിയർപ്പിച്ചാൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാകുമോ? അത് ദൈവം താൽക്കാലികമായി കൊടുത്ത ജനിക നിയമങ്ങളാണ്. അതുകൊണ്ട് 40 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ദൈവം ഈ സർവാംഗ ഹോമങ്ങളിലും യാഗങ്ങളിലും ഒന്നും പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഒരു ശരീരമൊരുക്കി. ആ ശരീരത്തോടുകൂടെ വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിട്ട് ദേഹത്തിൽ ശരീരത്തിൽ യേശുവിൽ വസിച്ചു എന്നാണ്. യേശു എന്ന വ്യക്തിയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും അവൻ്റെ ദേഹത്തിൽ വസിച്ചത്. അതിനെങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 9-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതിൽ നിന്നും ദൈവത്തെ കാണുന്നത് യേശുവിനെ കണ്ടാൽ മതി. ദൈവത്തെ അറിയണമെങ്കിൽ യേശുവിനെ അറിഞ്ഞാൽ മതി. തോമസ് ചോദിച്ചു, നീ എപ്പോഴും പറയും സ്വർഗത്തിലേക്ക് പോകുന്നു, ഞങ്ങളെങ്ങനെ വഴി അറിയും? എൻ്റെ തോമസേ, ഞാൻ തന്നെയാണ് വഴി. നിങ്ങൾക്ക് വേറെ വഴിയില്ല. ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. നമുക്കറിയാം യോഹന്നാൻ 14:6. അപ്പം യേശു തന്നെയാണ് വഴി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആകെപ്പെടെ കൺഫ്യൂഷനായി. അപ്പോൾ ഫിലിപ്പോസിന് സംശയം, പിതാവിനോട് എപ്പോഴും നീ പിതാവിനെ കുറിച്ച് പറയുന്നല്ലോ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. ഉടനെ ഫിലിപ്പോസിനോട് കർത്താവ് പറയുക, ഫിലിപ്പോസെ, ഇത്രയും നാള് ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് നീ പിതാവിനെ കണ്ടില്ലേ? ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുക, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. യേശുവിൻ്റെ മഹാത്മ്യമാണല്ലോ പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമം അത് തന്നെയാണ്. പഴയ നിയമവും അവിടെ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുള്ളതേ ഉള്ളൂ. അത് മുഴുവൻ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനും പിതാവും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്ന നമുക്ക് മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു. കർത്താവ് യേശു മുഖാന്തരം നമുക്ക്
ന്യായപ്രമാണമാണ് ലഭിച്ചത്. ഇപ്പോഴും പെന്തക്കോസ്ത് സഭകളിൽ ന്യായപ്രമാണം ഉപദേശിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഭകളായി മാറിപ്പോയാലോ? നമ്മുടെ സഭ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണെങ്കിലോ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തില്ല. യേശു വന്നത് നമുക്ക് ന്യായപ്രമാണം തരാനല്ല, അവൻ നമുക്ക് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമുക്ക് ഈ പുതിയ നിയമ വെളിപ്പാടിൽ വന്ന നമ്മൾ അതിൻ്റെ സത്യം മനസ്സിലാക്കി വരുമ്പോൾ, യഥാർത്ഥ ഉപദേശം വെളിപ്പെടുമ്പോൾ നമുക്ക് നിലനിൽക്കാൻ കഴിയണം. നമ്മൾ അന്ന് 5000-10,000 പേരും കർത്താവിനെ പിൻപറ്റി എല്ലാവരും പോയി. അവർ പോയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സത്യ ഉപദേശം, സത്യവചനം വെളിപ്പെട്ടപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത്, യേശുവിനെ ഒരാൾ കണ്ടുമുട്ടുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു മോഹവും അവനുണ്ടാകത്തില്ല. കർത്താവ് യേശുവിനെ ഒരാൾ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് ലോകമോഹം നമ്മൾ ഇന്ന് നീങ്ങിപ്പോയെന്നാണ്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ കർത്താവ് യേശുവിനെ ഒരാൾ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞപ്പോൾ യേശു മറ്റൊരു ലോകത്തിൻ്റെ രാജാവ്. ആ രാജ്യത്തിൻ്റെ പ്രകാശനം നമുക്ക് കിട്ടി. അപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഇന്നത്തെ പോപ്പുലർ പ്രീച്ചേഴ്സിൽ നിന്നും വരുന്നതെല്ലാം നമ്മുടെ ദേഹീ മണ്ഡലത്തിന് കിട്ടുന്ന, നമ്മുടെ സോളിന് പ്രാണന് കിട്ടുന്ന വിടുതലിനെ കുറിച്ചാണ്. ഇന്ന് ഇവിടെ യേശു വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കടഭാരം മാറും, ഇന്ന് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും. ഞാനിവിടെ നമ്മുടെ ഒരു സഹോദരങ്ങളുടെ വീട്ടിൽ പോയി. അവരുടെ വീട് ഒരു ചെറിയ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു വീടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കൊരു വീട് വേണമല്ലോ. അപ്പം ലോൺ എടുക്കണം, ലോൺ എടുത്താൽ അതൊരു ബാധ്യതയായി തരും. ആ 2 മക്കളും കൂടെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇപ്പം വീടിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഈ വീട്ടിൽ ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾക്കൊരു നല്ല വീട് വേണമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അങ്കിള് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എങ്ങനെ? ദൈവത്തിൻ്റെ സമയത്ത് എനിക്കൊരു ഭാരമായി തീരരുത്. ഇത് ഞാനിവിടെ ഒരു വീട് വെച്ചിട്ട് ഈ വീട്ടിനകത്ത് താമസിച്ചിട്ട് ഇത് നാളെ എനിക്കൊരു ടെൻഷനായി മാറരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവിടെ അറിയാതെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. അപ്പോൾ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു ദൈവദാസനാണ്. ആത്മാവിൽ വിവേചിക്കാൻ കർത്താവ് എനിക്കൊരു വരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ വായിലെ വാക്കുകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണെന്ന്, നിങ്ങൾ ദൈവമകനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ ചിന്തകൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെട്ട് നടക്കുകയാണോ? നിങ്ങൾ വേദനിച്ച് നടക്കുകയാണോ? ഇവിടുത്തെ പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ പതറുകയാണോ? അതല്ല. അങ്കിളെ, ഞങ്ങൾക്കൊരപ്പൻ സ്വർഗത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുമല്ലോ. അതുകൊണ്ട് അങ്കിളെ, ദൈവഹിതം പ്രാർത്ഥിച്ചാൽ മതി. ദൈവഹിതമല്ലാത്ത ഒരു പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അയാൾ വീണ്ടും ജനിച്ചു എന്ന് വേദപുസ്തകം സമ്മതിക്കത്തില്ല. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയണം. ദൈവം കേൾക്കും. പക്ഷെ സ്തോത്രത്തോടുകൂടി ആയിരിക്കണം, ആകുലതയോടെ ആയിരിക്കരുത്, നിരാശയോടെ ആയിരിക്കരുത്, സംശയത്തോടെ ആയിരിക്കരുത്. സ്തോത്രത്തോടെ യാഗമായിട്ട് വേണം അത് അർപ്പിച്ചാൽ ദൈവം തൻ്റെ സമയത്ത് തൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്കും എനിക്കും അത് ചെയ്തു തരും. നിങ്ങൾ
ആത്മാവിൽ ജീവിക്കുന്നവരാണോ ആത്മാവിൽ നടക്കുന്നവരാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങളുടെ ചിന്ത ഭൂമിയിലുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? അങ്ങനല്ലേ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ജാതികളെ പോലെ. ആ വാക്യം വായിക്കണോ? മത്തായി 6-ാം അധ്യായത്തിൽ അതിൻ്റെ 28, 29 വായിക്കും. നിങ്ങൾ ജാതികളെ പോലെ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുത്. ഹലോ, നിങ്ങൾ ദൈവമക്കളാ, ജാതികളല്ല. അപ്പൊ ജാതികളാണോ ദൈവമക്കളാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? ഞങ്ങൾ എങ്ങനെ? ഇപ്പൊ എന്നെ നിങ്ങളൊന്ന് വിവേചിക്കണം. ഞാനൊരു ദൈവദാസനാണോ ലോകത്തിന്റെ ദാസനാണോ എന്ന് എങ്ങനെ? പ്രസംഗിക്കുന്നവരല്ല ദൈവദാസന്മാരല്ല, വെള്ളം ധരിച്ചവരല്ല ദൈവദാസന്മാരല്ല. എൻ്റെ വചനം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ഭൂമിയിലുള്ള കാര്യമാണോ പഠിപ്പിക്കുന്നത്, അതോ നിത്യതയുടെ കാര്യമാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്നെ ഉടനെ വിവേചിക്കണം. ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണോ എൻ്റെ പ്രസംഗം? ഇത് എൻ്റെ ഉദ്യോഗമായത്. ഏൽപ്പിച്ച ദൈവമാ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ദൈവം ഏൽപ്പിച്ച ഒരു ഉദ്യോഗം ഞാൻ നിവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ലോകം മുഴുവനും എതിർത്തെന്ന് പറഞ്ഞാലും എൻ്റെ ഏൽപ്പിച്ച ഉദ്യോഗം ഞാൻ ചെയ്തിരിക്കും. ഞാൻ ചെയ്യണ്ടേ? എന്നെ ഏൽപ്പിച്ച ഉദ്യോഗത്തിൽ ഞാൻ കണക്ക് കൊടുക്കണം കർത്താവിന്. ഞാൻ നിങ്ങൾക്ക് ആർക്കുമല്ല കണക്ക് തരേണ്ടത്, കർത്താവിന്. ദൈവമക്കളാകുന്ന നിങ്ങൾ വിജാതീയ ദൈവമക്കളല്ലാത്തവർ, മറ്റു ജനതകൾ ആണോ ദൈവമക്കളാണോ? നിങ്ങൾക്കൊന്ന് വിവേചിക്കാമോ? നിങ്ങൾ ഒരു ദിവസത്തിന് 24 മണിക്കൂറിൽ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങളുടെ ഭൗതിക ലോകത്തിന് വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ ആത്മീയ ലോകത്തിന് വേണ്ടിയിട്ടാണോ? എങ്ങനെ അറിയാം? എന്തു തിന്നും, എന്തു കുടിക്കും? അങ്ങനെ ബൈബിളിലുണ്ടോ ഞാൻ ഈ പറയുന്നത്? ചിലർക്ക് സംശയം വരാം. ഒന്ന് വായിച്ചു മത്തായി സുവിശേഷം 6-ാം അധ്യായം. മത്തായി 6 അതിൻ്റെ 31, 32 വാക്യം. ശേബാന്ന് വായിച്ചു ഉറക്കം വായിക്കും. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊന്നും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പൊ നിങ്ങൾ വിജാതീയരാണോ ദൈവത്തിന്റെ മക്കളാണോ? നിങ്ങൾ ദൈവമക്കളാണോ ലോകത്തിന്റെ മക്കളാണോ? എങ്ങനെ അറിയാൻ പറ്റും? സ്വർഗസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ടെന്നും എനിക്ക് ഇപ്പം ബെനഡിക്റ്റിന് 17 വയസ്സായ 18 വയസ്സാകുന്ന ഒരു മകളുണ്ട്, +2 കഴിയാൻ പോണത്. ഈ കുട്ടി വളർന്നു വരുന്ന ഓരോ നിമിഷവും അവളുടെ അപ്പൻ്റെ ഉള്ളിൽ തീയ. അവൾ സുഖമായിട്ട് കിടന്നുറങ്ങും. സുഖമായിട്ട് എൻ്റെ കുഞ്ഞിനെ അടുത്ത പഠിപ്പിക്കണം, അവളുടെ ഭാവി. അവൾക്കൊരപ്പനുണ്ട്. ആ ഭാരം എനിക്ക് വരുമോ? ആ ഭാരം സജന് വരുമോ? ഷേബ വളർന്നു വരുന്നു, ആരോടും പറയത്തില്ല, വയസ്സ് 17 ആകുന്നത്. അപ്പോ ഇവളെ കുറിച്ചൊരു അപ്പനും അമ്മയ്ക്കും എന്തൊരു ഭാരമാണ്. അതല്ലാതെ ഇവിടെ പിന്നെ അമ്മയുടെ ആങ്ങളയ്ക്കാണോ ഭാരം? അല്ല, അവക്കൊരപ്പനുണ്ട്. നിങ്ങൾ സജന്റെ മകളാണെങ്കിൽ എന്ത് ചെയ്യും? സജന്റെ മകനാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്കൊരപ്പനുണ്ട്. എങ്ങനെയായാലും എൻ്റെ അപ്പൻ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങളുടെ കാര്യം നടത്തി തരും. അത്ര കഴിവുള്ള അത്ര ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ മക്കളാകുന്ന നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊരു സ്വർഗീയ പിതാവ് ഉണ്ടെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ അപ്പച്ചാതൊക്കെ വിളിക്കുന്നുണ്ട്. പ്രശ്നം വരുമ്പോൾ ജാതികളെ പോലെയാണെങ്കിലോ? പ്രശ്നം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ജാതികളെ പോലെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെ? എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും? വരട്ടെന്ന് മല പോലെ പ്രശ്നം വരട്ടെ. മല പോലെ വരുന്ന പ്രശ്നത്തിലും എനിക്കൊരപ്പനുണ്ടെന്നുള്ള ഉറപ്പ്. ഞാൻ ഒരപ്പൻ്റെ സ്നേഹം കിട്ടാതെ ഒരു 3 വയസ്സ് എൻ്റെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. എൻ്റെ അപ്പൻ ഒരു പാലപ്പവുമായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തരുന്ന ഒരു ചെറിയ ഓർമ്മ. അന്ന് എനിക്ക് 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ.
അതല്ലാതെ വേറെ ഒരു ഓർമ്മ എനിക്കില്ല. അപ്പനില്ലാതെ വളർന്നു വന്ന എൻ്റെ ജീവിതം. എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് പ്രാർത്ഥിച്ച് കല്യാണത്തിന് ഇറങ്ങാൻ നേരത്ത് ഞാൻ ആദ്യമായി ചിന്തിച്ചു, അയ്യോ അമ്മച്ചി അപ്പൻ്റെയും കൂടെ സ്നേഹം തന്നാ വളർത്തിയത്. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം തന്ന എൻ്റെ സഹോദരി എന്നെ വളർത്തിയത്. എന്നേക്കാൾ 10 വയസ്സിന് മൂത്തതാണ്. അങ്ങനെ എന്നെ വളർത്തിയത്. ആ രണ്ടുപേരും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എല്ലായിടത്തും ഞാൻ കല്യാണത്തിന് പോകും, അപ്പന്മാർക്കാണ് ആദ്യം ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് മക്കൾക്ക് ആദ്യം തൊട്ട് വന്നിച്ചിറങ്ങുന്നത്. എനിക്ക് പെട്ടെന്നൊരു വിഷമമുണ്ടായി. എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും ഒരു നെടുവീർപ്പാണ്. ഇങ്ങനെ നടക്കും എന്തിനാണെന്ന് ഞാൻ അങ്ങനെ അൾസർ പേഷ്യൻ്റായിപ്പോയി. നെടുവീർപ്പിട്ട് ശാസ്ത്രം പറയുന്ന നെടുവീർപ്പ് സ്ഥിരമായിട്ടിട്ട് നോക്കിക്കേ, നിങ്ങൾ ഒരു അൾസർ പേഷ്യൻ്റായി മാറും. നിങ്ങൾ എപ്പോഴും ചിരിക്കാതെ ഇരുന്നേ നിങ്ങൾ ഒരു മനോരോഗിയായി മാറും. നിങ്ങൾ എപ്പോഴും മനസ്സിനകത്ത് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ വലിച്ചു വെച്ച് നിങ്ങളുടെ ഹാർട്ടിന് പ്രശ്നങ്ങൾ വരും. ഇത് ശാസ്ത്രം പറയുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ ഒരു അൾസർ പേഷ്യൻ്റായി മാറി. രക്ഷിക്കപ്പെട്ട അന്ന് എൻ്റെ സന്തോഷം, എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള സന്തോഷം കിട്ടി. വർഷം 40 പോകുന്നു. അന്ന് മാറി. എനിക്ക് ഭയങ്കര ബന്ധനം ഉണ്ടായിരുന്നു. അന്ന് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. അന്ന് പിന്നെ അന്നത്തെ ദിവസം കൊണ്ട് പിന്നെ അത് വന്നിട്ടില്ല. എനിക്ക് ഞാൻ ഭയപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു ദുരാത്മാവ് കയറി വരുന്നൊരു പ്രവൃത്തി എന്നിട്ടുണ്ടാകുവാൻ അന്ന് എൻ്റെ ഉള്ളിൽ ദൈവജീവൻ യേശു എൻ്റെ അകത്തു വന്ന് താമസിച്ചു. എനിക്കൊരു പിതാവുണ്ടെന്ന് ഉറപ്പ് കിട്ടി. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വന്നിട്ട് പറഞ്ഞു, എലിക്കുട്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ എൻ്റെ സ്വന്തം വീട്ടിൻ്റെ അപ്പൻ്റെ അടുക്കെ പോകും. ഞാൻ പറയുന്ന അന്ന് യേശുവിനെ സ്വീകരിച്ച അന്ന് ഞാനൊരു ദൈവമകനായി തീർന്നുള്ള തെളിവ് എനിക്ക് തന്നു. പിന്നെ എനിക്ക് ഭാരം വന്നിട്ടില്ല. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പാപങ്ങൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. നല്ല അടി എനിക്ക് അപ്പനുണ്ടെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ എന്നെ ലോകത്തിൽ ആരും തല്ലണ്ട. എന്നെ തല്ലാനൊരു അപ്പനുണ്ട്. നിങ്ങൾ ദൈവമക്കളാണോ? അപ്പന്മാർ ശിക്ഷിക്കാത്ത മക്കളെടുത്തുണ്ടോ? അപ്പന്മാർ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുമില്ല. അപ്പന്മാർ ശിക്ഷിക്കാനില്ലെങ്കിൽ അർത്ഥം എന്താ? നമ്മൾ ബാസ്റ്റേഴ്സ്, നമ്മൾ കൗലടയന്മാർ, അപ്പനില്ലാത്തവർ. ഒരിക്കലുമല്ല. നമ്മൾ ഞാൻ പറയും കേട്ടോ, കർത്താവ് എന്നെ ഒന്ന് ശാസിക്ക്, എന്നെ ഒന്ന് ശിക്ഷിച്ചു വളർത്ത്. എനിക്കൊരു അപ്പനുണ്ട്. വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ തെളിവത, നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവത, എനിക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, നമ്മൾ ഉത്കണ്ഠാഭരിതമായ ലോകത്തിൽ കർത്താവ് പറയുക, നിങ്ങൾ ആകുലചിത്തരാകരുത്. എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചു വന്നിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്കുണ്ടോ? കർത്താവ് പറയുക, നിങ്ങൾ വിജാതീയരാണ്, ദൈവമക്കളല്ല നിങ്ങൾ. ദൈവമക്കളാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. നിന്റെ ഭാരം എന്ത് ചെയ്യണം? ഭാരം വരത്തില്ലെന്നല്ല, വരണം. ഭാരം വരുമ്പോൾ ഞാൻ ചുമക്കത്തില്ലത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എനിക്കൊരപ്പനുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളുവിൻ. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവമക്കളായി തീർന്നത് നമ്മുടെ ഒരു നന്മ പ്രവൃത്തി കൊണ്ടാണോ? നമ്മൾ ആരുടെ മക്കളായിരുന്നു എന്നറിയാമോ? പിശാചിൻ്റെ മക്കളായിരുന്നു, ലോകത്തിൻ്റെ മക്കളായിരുന്നു. അവിടെ നിന്ന് ഒരാൾക്കും ദൈവമകനാകാൻ പറ്റത്തില്ല. അതിന് ദൈവം ചെയ്ത പദ്ധതിയാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. സ്വർഗത്തിൽ ദൈവം ഒരു മനുഷ്യനായി വന്നിട്ട് ഈ ലോകത്തിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ ക്രൂശിൽ മരിച്ചിട്ട് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഈ സത്യം നിങ്ങൾ വിശ്വസിച്ചപ്പോൾ വിശ്വാസമാർഗത്തിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. ഞാൻ ദൈവമകനായി തീർന്നു. പ്രവർത്തികളൊന്നും അതിന് കാരണമല്ല. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ പണ്ടേ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ പാസ്റ്റേ, അങ്കിളെ, പണ്ടേ ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് കർത്താവ് തേടി വന്നത് നല്ല മനുഷ്യരെ അല്ല, നീതിമാന്മാരെ അല്ല. നല്ലവരെല്ലാം നാളെ സുവിശേഷത്തിന് എതിരായിത്തീരും.
എന്നാൽ നീതിമാന്മാരെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി തീരും. അപ്പം ഇവിടെ നമ്മളിന്ന് വായിച്ച ഭാഗത്ത് സുവിശേഷം എന്നുള്ളത് എന്നെ നീതീകരിക്കുന്ന ഒന്നാണ്. നീതീകരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതൊന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്, എങ്കിലൊന്ന് പറഞ്ഞു പോകാൻ. എൻ്റെ ഭാഗത്തുള്ളത് മുഴുവനും കർത്താവിൻ്റെ മേൽ കൊടുത്തിട്ട് കർത്താവിൻ്റെ ഭാഗത്തുള്ള സകല നന്മകൾക്കും എന്നെ അവകാശിയാക്കി. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വിശ്വാസത്താൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇതിനെ നമ്മളിവിടെ വായിച്ചു വന്നപ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, കർമ്മമാർഗത്താലാണോ നീതീകരണം? അല്ല, പിന്നെ എങ്ങനെ? വിശ്വാസമാർഗത്താൽ. ഞാനത് വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 21-ാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചു കേട്ടു. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് പഴയ നിയമം മുഴുവൻ ന്യായപ്രമാണ പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വായിച്ചിട്ട് 27-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിച്ചു. ആകയാൽ പ്രശംസ എവിടെ? നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കണം, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ ബൈബിൾ പറയുക, അത് പോയി, പ്രശംസിക്കാനൊന്നുമില്ല. എന്നിട്ടാണ് ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? എന്തെങ്കിലും പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടോ? കർമ്മമാർഗത്താലാണോ? അല്ല. പിന്നെങ്ങനെ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. എന്താ വിശ്വാസമാർഗം? എൻ്റെതൊന്നുമില്ല. ഇവിടെ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ, എത്രയോ ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ, എത്രയോ പേരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കൃപയാൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. കാരണം നമ്മുടെ വിശ്വാസികളുടെ വീടുകളിൽ പലപ്പോഴും ഞാൻ 1-2 വീട്ടിലൊക്കെ പോയെങ്കിലും ചിലർക്കൊക്കെ സമയക്കുറവും പരിമിതിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് പറയാം, നിങ്ങളുടെ വീട് വലുതാക്കുന്ന കാര്യവും നിങ്ങളുടെ വണ്ടി വലുതാക്കുന്ന കാര്യം അതും കൂടെ പറയും. ഒരാവശ്യമൊക്കെ വന്നാൽ വണ്ടി ഒന്ന് മാറുന്ന കാര്യമൊക്കെ തമ്മിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അതൊക്കെ ഒരു ചെറിയൊരു കാര്യം. പിന്നെ പറയുന്ന മുഴുവനും ആത്മീയ ജീവിതത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പം ഇത് കേൾക്കാൻ വേണ്ടി കുതിച്ചു നിൽക്കുക. പക്ഷേ എല്ലാ ആഴ്ചയിലൊന്ന് പറയണേ, എന്നോട് ഇച്ചിരി വചനം പറഞ്ഞു തരണേ. എനിക്ക് ഒരു ലോക്കൽ ചർച്ചിനോടല്ല എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഈ ലോക്കൽ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ചത് യൂണിവേഴ്സൽ ചർച്ചാണ്. കാണപ്പെടാത്ത അദൃശ്യമായ ഒരു ദൈവസഭ ഉണ്ടെന്നും ഞാൻ രക്ഷയിലേക്ക് നയിച്ച 100 കുടുംബങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നു. 100 കുടുംബങ്ങൾ. അതിനകത്ത് വളരെ അധികം പേർ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. എനിക്കിവിടുത്തെ പ്രശംസ വേണ്ട, എനിക്കിവിടുത്തെ പ്രശംസയൊന്നും വേണ്ട. എന്താണ് കാരണം? എനിക്ക് പ്രശംസ പോയി. ഏത് മാർഗത്താണ്? കർമ്മമാർഗത്തിലാണോ? എനിക്ക് ഒന്നേ ഒരാഗ്രഹം, കർത്താവ് പറയുന്നത് ചെയ്യണം. കർത്താവ് പറയുന്നത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചാൽ അതിനെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് വിശ്വാസമാർഗമാണെന്ന് ഞാൻ പറയുക. ഇത് കർമ്മമാർഗത്താലല്ല, ഇത് വിശ്വാസമാർഗമാണ്. വിശ്വാസമാർഗം ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ജഡത്തെയാണോ അനുസരിക്കുന്ന ആത്മാവിനെയാണോ? ആത്മാവിനെ അനുസരിക്കുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല,
വിശ്വാസമാർഗത്താൽ അത്രേ അങ്ങനെ മനുഷ്യൻ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇതേ എനിക്കത് വിവരിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം. ആ 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ പറയേണ്ട കാര്യമുണ്ട്. എങ്ങനെ? കർമ്മമാർഗത്താലല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ ദൈവകൃപ കിട്ടിയത്? എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട്? നിങ്ങൾ സഭയ്ക്ക് പുറത്താണ്. ഇന്നല്ലേ നാളെ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്തു പോകും. എന്തെങ്കിലും പ്രശംസിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവദാസൻ പറയുന്നു, ഈ ഭൂമിയിലുള്ള എൻ്റെതായ കുടുംബത്തിൻ്റെതായ എൻ്റെ പ്രാർത്ഥനയുടേതായ ഭക്തിയുടേതായ ഒന്നും എനിക്ക് പ്രശംസിക്കാനില്ല. ഞാൻ അങ്ങോട്ട് നോക്കി കണ്ട് എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എൻ്റെ പ്രശംസ എന്ന് പറയുമ്പോൾ രാത്രിയും പകലും നടപ്പിലും ഇരിപ്പിലും എൻ്റെ കർത്താവ് കാൽവരി കുരിശിൽ തൂങ്ങിയതാണ് എൻ്റെ പ്രശംസ. ഞാൻ ഇന്നാകുന്നത് കൃപയാലാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ സുവിശേഷ വേല പോലും ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓടിയെന്ന് പറഞ്ഞില്ലേ, കർത്താവ് ഇത്രയും ആരോഗ്യം തന്നെ. എങ്ങനെ കിടന്നറിയോ? കിടന്ന കിടപ്പിൽ വെള്ളം എഴുന്നേറ്റിരുന്ന് കുടിക്കാൻ വയ്യാത്ത മനുഷ്യനായ എന്നെ ഞാനാണ് കർത്താവ് എനിക്ക് കിടക്കാനാണോ? ഞാൻ കിടക്കാറില്ല. ഇത്രയും ആരോഗ്യം തന്ന് ഇന്നും അന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത പട്ടിണി കിടന്ന മനുഷ്യൻ, ഒരു കട്ടൻ ചായ കുടിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യൻ സമൃദ്ധിയായി നടത്തുന്നു. എന്നിട്ട് ഞാൻ ചെയ്തു ഒന്നുമില്ല. എൻ്റെ കൃപ നിനക്ക് തന്നിട്ട്, നിനക്ക് ആരോഗ്യം തന്ന്, നിനക്ക് ആയുസ് തന്ന്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കുകയാണ്. അതെൻ്റെ കൃപയാണ്. ഞാൻ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് പ്രശംസിക്കാൻ കാരണമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ പ്രശംസിക്കാൻ നമുക്ക് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് വായിച്ചോ വേറെ ഭാഗത്തേക്ക് ഒന്ന് വരിക. ചുരുക്കമായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായി കിട്ടിയാൽ ഞാൻ ഭാഗ്യവാൻ. എന്നാൽ ഇത് പറഞ്ഞിട്ട് വരിക. എന്നാൽ അപ്പം മുകളിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൊണ്ടുവരിക. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അതിന് പ്രശംസിപ്പാൻ കാര്യമുണ്ട്. കേട്ടോണേ, അബ്രഹാം സ്വന്തം മകനെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി തീ കൊടുത്ത് ദഹിപ്പിച്ച് പ്രവർത്തിയാലല്ലേ അബ്രഹാം നീതിമാനായത്? ആണോ? യാക്കോബ് ശ്ലീഹ പറയുന്നു, വിശ്വാസം പ്രവൃത്തിയില്ലെങ്കിൽ ചത്തതല്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമല്ലേ? അപ്പൊ പിന്നെ വിശ്വാസം മാത്രം മതിയോ? പ്രവൃത്തി വേണ്ടേ? അബ്രഹാം ഇവിടെ വായിച്ച് നിങ്ങൾ വചനത്തിൽ അതിൻ്റെ ആത്മാവിലേക്ക് വരണം. ഇവിടെ ചോദിക്കുകയാണ്, പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവർ പ്രശംസിപ്പാൻ സംഗതിയില്ലേ? അബ്രഹാം പ്രശംസിച്ചുകൂടെ? ചിലർ പറയുന്നത് അബ്രഹാം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടതെന്നാ. ദൈവസന്നിധിയിൽ എങ്കിൽ അവർ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും പരിശുദ്ധാത്മ പറയാ, എന്തെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു പ്രശംസയ്ക്കും കാരണമില്ലതാനും തിരുവെഴുത്ത് എന്ന് പറഞ്ഞു. അങ്ങോട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുപോവുകയാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസമാണ് നീതിയായി കണക്കിട്ടത്. എന്ന് വെച്ചാൽ അബ്രഹാമിന് വയസ്സ് 75, സാറയ്ക്ക് 65. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോകാം. 90 വയസ്സായപ്പോൾ ദൈവം വന്നിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്ക്, നീ കടൽപ്പുറത്തെ മണൽത്തരിയിലേക്ക് നോക്ക്, ഈ നക്ഷത്രങ്ങൾ പോലെ, ഈ മണ്ണുകൾ പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു.
99-ാമത്തെ വയസ്സിൽ ദൈവം വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ സാറ ഗർഭിണിയാകും, ഒരു പുത്രനെ പ്രസവിക്കും. അബ്രഹാമിന്റെ ഉള്ളിലും ചിരി വന്നു, ശരീരം നിർജീവമായി. സാറയുടെ ഗർഭപാത്രത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ സമയത്ത് സാറ മറഞ്ഞെന്ന് ചിരിച്ചെന്നാണ് വായിക്കുന്നത്. നീ എന്താ ചിരിച്ചത്? അയ്യോ, ഞാൻ ചിരിച്ചില്ല. നീ ചിരിച്ചു, പക്ഷെ അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിന്റെ കുഞ്ഞിനെ. അബ്രഹാം ഭോഷനെ പോലെ ദൈവത്തെ വിശ്വസിച്ചു. എന്തിനാണ് അബ്രഹാമിന് നീ ഒരു മകനെ കൊടുക്കുന്നത് അറിയാമോ? ലോകത്തിലേക്കൊരു മശിഹായെ, ലോകത്തിലേക്കൊരു രക്ഷകനെ കൊടുക്കണം. അതിന് നീതിയുള്ളൊരു കുടുംബം വേണം. വിശ്വാസത്താൽ അല്ലാതെ നീതീകരണം ഇല്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അവനെ താഴ്ത്തൊട്ട് അതിനെ ഞാൻ വിശദീകരിച്ച് പോകാതെ അതിൻ്റെ അടുത്തൊരു ഭാഗം കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം. വിശ്വാസമാണ് അബ്രഹാമിനെ നീതീകരിച്ചത്. അബ്രഹാം വിശ്വാസത്താലാണ് മകനെ യാഗം കഴിച്ചത്. ഇതൊക്കെ നമ്മൾ താഴ്ത്തോട്ടതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അതൊന്നും നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ പിന്നെ ഈ റോമാലേഖനം ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം നിങ്ങൾ മാക്സിമം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റോമാലേഖനം മുഴുവനൊന്ന് വായിക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും. 16 അധ്യായമേ ഉള്ളൂ. കൂടി വന്നാൽ ഒരു മണിക്കൂർ പറയും. വലിയ മനസ്സിലാക്കാനോ ധ്യാനിക്കാനോ അല്ല, വായിച്ചു പോകണം റോമാലേഖനം. ഇവിടെ പറയുന്നു, ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുന്നിരിക്കുന്നു തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടാണോ? ഒരാൾ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്തു, നിങ്ങൾക്ക് ഞാൻ കൂലി വൈകുന്നേരം 1000 രൂപ തന്നു, എന്നിട്ട് പോയി കൃപയാൽ തന്നാണ് വന്ന കരുതുള്ളൂ. നീതീകരണം കൃപയാല, രക്ഷ കൃപയാല, ദൈവകൃപ കൃപയാല. കർത്താവ് പറയുക, നീ പ്രവർത്തിച്ചത് കൊണ്ടല്ല, അത് ഞാനും കൂടെ ഒന്ന് വന്ന് സമ്മതിച്ചില്ലേ, ഞാനും ഏറ്റുപറഞ്ഞില്ലേ. എടാ, ഇത് മുഴുവനും കൃപയാണ്. അപ്പൊ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. ഇതൊക്കെയാണ് ദാവീദിനെ അബ്രഹാമിനെയൊക്കെ ബൈബിൾ പറയുന്നത്. നീതീകരണത്തിന്റെ വിഷയത്തിൽ അബ്രഹാമിനെയും ദാവീദിനെയും കൂടെ ദൈവം പരിശുദ്ധാത്മാവ് പൗലോസിനോട് എടുത്ത് കാണിക്കുക. നമുക്ക് പറയാതല്ല, നീതീകരണത്തിന്റെ വിഷയമല്ല. ഇന്ന് നിന്റെ ഗോലിയാത്തിനെ തകർക്കും. ഇന്ന് നിന്നെ അബ്രഹാം നീതീകരിക്കപ്പെട്ടതിനുള്ള തെളിവ് എന്താണെന്നറിയാമോ? അബ്രഹാം നീതീകരിക്കപ്പെട്ടതിനുള്ള തെളിവ് ഒരാൾക്ക് ആർക്കെങ്കിലും പറയാമോ? അബ്രഹാമിന്റെ കണ്ണ് ഉയരങ്ങളിലേക്കായിരുന്നു. നിങ്ങൾ റോമാലേഖനം 11-ാം അധ്യായം വായിക്കണം. സമയമില്ലാത്തോട്ട് വായിക്കുന്നില്ല. ദൈവം ചിപ്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള ഒരു നഗരത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് തൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ചേർന്ന് പറഞ്ഞു, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്കൊരു നഗര സ്വർഗത്തിലുണ്ട്. നമ്മളിവിടെ പരദേശ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, മഹാധനികൻ മഹാസമ്പന്നൻ ഇവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവിക രാജ്യത്തെ കണ്ടുകൊണ്ട് ജീവിച്ച മനുഷ്യൻ. നീതീകരിക്കപ്പെട്ടവന്റെ കണ്ണുകളിൽ ഉയരത്തിലെ ചിന്തയാണ്. ഈ ഭൂമിയിലുള്ളതൊന്നും അവനെ ബാധിക്കത്തില്ല. അവൻ ഇവിടുത്തുകാരനല്ല. ഇത് ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം, കാഴ്ചപ്പാട് കിട്ടണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അന്ന് നമ്മളും അവനോടുകൂടെ തേജസ്സിലേക്ക് എടുക്കപ്പെടും. ഇതാണ് സുവിശേഷം. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഭൗതിക കാര്യം ഒന്നും ചിന്തയില്ലാത്തൊരു ദൈവം അല്ലേ? എങ്ങനെ ഇതിപ്പോഴും ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾക്കൊരു ഇന്നലെ ഞാൻ പോയപ്പോൾ ഒരു കടഭാരം കയറിയ വീട്ടിൽ പോയി. കടഭാരത്താൽ അവർക്ക് ഭാരപ്പെട്ട് അവരുടെ ഭർത്താവ് ഒരു രോഗിയായി, അല്പം ആശ്വാസമൊക്കെ കൊടുത്തു. അങ്ങനെ ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിൽ പോയി. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ സ്വർഗത്തിലെ കാര്യമാണ്.
ഞാൻ പറഞ്ഞത് മുഴുവൻ നിത്യജീവന്റെ കാര്യമാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ്റെയും സഹോദരിയുടെയും ആനന്ദമൊന്ന് കാണണം. എൻ്റെ പാസ്റ്ററെ, ഞങ്ങളിന്ന് കേൾക്കുന്ന സുവിശേഷം ഇതല്ല. ഞങ്ങളിന്ന് കേൾക്കുന്ന സുവിശേഷം മുഴുവൻ ഭൂമിയിലുള്ളതാണ്. ആ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിത്യതയിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? ഉയരത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുയർത്തുവാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് നീതീകരണം വെളിപ്പെടും, ദൈവശക്തിയുടെ വെളിപ്പെടും. നീതീകരിക്കപ്പെടുന്നവരുടെ മനസ്സിൽ ഉയരങ്ങളിലെ ചിന്ത വെളിപ്പെടും. പിന്നെ രണ്ടാമത്തേത്, ഞങ്ങളുടെ ഇഷ്ടം നടക്കണ്ട. അബ്രഹാം തൻ്റെ പിതാവിനോട് പറയുക, കർത്താവിനോട് പറയുക, അബ്രഹാമേ, നിന്റെ മകൻ ഇസ്ഹാക്കില്ലേ, നീ സ്നേഹിക്കുന്ന മകൻ, അവനെ കൊണ്ടൊന്ന് മോറിയാദേശത്തിന്റെ മലയിൽ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി തീ കൊടുത്ത് ദഹിപ്പിക്കണം. കർത്താവേ, ഞാനൊന്ന് ഉപവാസിക്കാൻ പോവുക, ദൈവ ഇഷ്ടമാണോ ഇത്? ഇങ്ങനെ ദൈവം പറയുവോ? എൻ്റെ മകനെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കാൻ, എൻ്റെ മകന് തീ കൊടുക്കാൻ ദൈവം പറയുവോ? നമ്മുടെ ബുദ്ധി അങ്ങ് പൊങ്ങി. ഉടനെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചകൻ വന്ന് പറഞ്ഞു, അങ്ങനെ ദൈവം പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അതിൻ്റെ മനസ്സിൽ തോന്നിയതാ. നീ മകനെ കൊടുക്കണ്ട, നീ കൊണ്ടുപോയി ഒരു 10 ലക്ഷം രൂപ സ്തോത്രകാഴ്ചയിട്ടേ, നീ ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന് തെറ്റുപറ്റൂ? ദൈവം പറഞ്ഞ നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ മോറിയാദേശത്തിന്റെ മലയിൽ. അബ്രഹാം എന്ത് പറഞ്ഞു? അബ്രഹാം എന്താ പറഞ്ഞത്? എനിക്ക് കർത്താവ് ചോദിച്ച ചോദ്യം ഇതാ, നിനക്ക് വേണ്ടത് ദൈവത്തെയാണോ? അതെ. കൂടെ ഒരു ഇസ്ഹാക്കും കൂടെ ഉണ്ടോ? വാലയെ കൂട്ടിപ്പിടിക്കാൻ ഒരു ഇസ്ഹാക്കും കൂടെ ഉണ്ടോ? പ്ലസ് ഇസ്ഹാക്ക്. അബ്രഹാം പറഞ്ഞില്ല, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, എനിക്ക് പ്ലസ് ഇട്ട് ഇസ്ഹാക്കില്ല, സാറയില്ല, എനിക്കിവിടെ ലോകത്തിൽ ഒന്നുമില്ല, എല്ലാം നീ തന്നതാ. എനിക്ക് നീ തന്നതല്ല, ഒന്നുമല്ല വലുത്, നീയാണ് വലുത്. എങ്കിൽ മകനെ കൊണ്ടുപോയി. നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം പ്ലസ് ഇസ്ഹാക്കുണ്ടോ? നിങ്ങളുടെ മകനെ, ദൈവത്തെ വേണം, എനിക്ക് മകനെ വേണം, ദൈവത്തെ വേണം, വീടും വേണം, ദൈവത്തെ വേണം, ദൈവത്തെ നഷ്ടപ്പെടരുത്, എനിക്ക് സമ്പത്തും വേണം. പ്ലസ് ഇട്ട് എന്തെങ്കിലും കൂട്ടിവെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന് ദൈവമല്ലാതെ അവന്റെ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നും അവൻ സ്നേഹിക്കത്തില്ല. ഈ ലോകത്തിൽ ദൈവത്തെ അല്ലാതെ എന്തിനെങ്കിലും ഒന്നിനെ സ്നേഹിക്കുന്നെങ്കിൽ നീ നീതീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് സൗജന്യമാണ്. ഇതിന് ചില പ്രതിഫലങ്ങളുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. എന്തെങ്കിലും ഈ സ്വന്തം ശരീരം പോലും നമുക്ക് പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. സുവിശേഷം ദൈവമക്കളെ ഇതാ ആകട്ടെ. ദാവീദിനെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? ദാവീദ് 32 സങ്കീർത്തനം എഴുതിയതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. എങ്ങനെ ദാവീദ് ഭാഗ്യവാൻ എന്നാ വർണ്ണിക്കുന്നത്? ഒന്ന് പറഞ്ഞ 32 സങ്കീർത്തനത്തിൽ 1-ാം വാക്യം. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. ലംഘനം ചെയ്യാതെയും പാപം ചെയ്യാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാർ പറയുന്നത്. ഇന്നത്തെ പെന്തക്കോസ്തുകാർ ഉപദേശമായി പഠിപ്പിക്കുന്നത് എന്താ? ലംഘനം ചെയ്യാതെയും പാപം ചെയ്യാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പക്ഷെ ആത്മാവിൽ നിറഞ്ഞ് ദാവീദ് പാടി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇതെന്ത് ഭാഗ്യവർണ്ണനമാണ്? ലംഘനം ക്ഷമിച്ച് കിട്ടിയതാണ് ഭാഗ്യം, പാപം മറച്ചു കിട്ടിയതാണ് ഭാഗ്യം. യഹോവ അകൃത്യം കണക്കിടാത്തതാണ്, അകൃത്യം ഇല്ലാത്തതല്ല. എന്താ കാരണം? എന്താണ് നമ്മുടെ പ്രശ്നം? എനിക്ക് അവനെ പിടിക്കത്തില്ല, എനിക്ക് അവളെ പിടിക്കത്തില്ല. അവൾ കുറ്റക്കാരിയാ, അവൻ കുറ്റക്കാരിയാ. നമ്മുടെ നാട്ടുകാർ പറയുന്ന ഭാഷയിലൊക്കെ പറഞ്ഞ എങ്ങനെ നമ്മുടെ വലിയ പാപം കുഴിച്ചു, എന്നിട്ട് ചെറിയ പാപമുള്ളവനെ കണ്ടില്ലേ 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 കണ്ടില്ലേ
എൻ്റെ കുഞ്ഞെ, എൻ്റെ സഹോദര സഹോദരി, നിന്റെ അകത്തേക്ക് ഒന്ന് നോക്ക. നിന്റെ അകത്ത് താമസിക്കുന്ന ഒരു പാപത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് നിങ്ങൾ ഈ റോമാലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഞാനത് പഠിപ്പിച്ചുതരാം. നമ്മൾ രക്ഷിക്കപ്പെട്ട യേശു കർത്താവായി രക്ഷകനായി നമ്മുടെ ആത്മാവിൽ വന്ന് താമസിക്കുക. പക്ഷേ നിന്റെ മനസ്സിനകത്ത് ഒരു മേഖലയിൽ എപ്പോഴും പാപത്തിൻ്റെ അധിവാസമുണ്ട്. നിന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, പാപമാണ് വസിക്കുന്നത്. യഹോവ ലംഘനം ക്ഷമിച്ചു തന്നതാണ്, പാപം. അപ്പോൾ എന്താണ്? ഇപ്പം ഞാനങ്ങനെ നീതിമാനായി, പിന്നെ ആരായി കുറ്റക്കാർ? പിന്നെ പലർക്കും കുറ്റക്കാർ പൗലോസാണ്. പൗലോസ് പറയുന്നത് അന്നത്തെ സഭക്കാർ പറഞ്ഞതാ, എന്നെക്കുറിച്ചല്ല, നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയുമെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. പാസ്റ്റർ പറയുന്നത് പാപം ചെയ്തോളാൻ, പാപം ചെയ്യുന്നിടത്ത് കൃപ ദൈവസ്നേഹം വർദ്ധിക്കും എന്ന് പൗലോസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അവരുടെ വരുന്ന വിധിയുണ്ട്, അവർക്കൊരു വിധി ദിവസമുണ്ട്, ഇവിടെ മാനിക്കപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ഒരു വിധി ദിവസമുണ്ട്. എന്താ പാസ്റ്റർ പറയുന്നത്? ഹല്ലേലൂയ. നിനക്ക് കിട്ടിയതെല്ലാം വിശ്വാസമാർഗമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നിന്നിൽ പ്രശംസിക്കാതിരിക്കുന്നതാണ്. ഞാൻ ഈ വിശ്വാസത്തിൻ്റെ മാർഗം ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞ് ഒന്ന് നിർത്തിയിട്ട് അടുത്തൊരു ഭാഗം വിശ്വാസത്തിൻ്റെ നീതീകരണത്തിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടുണ്ടല്ലോ. അപ്പം നാം പറയുന്നത് എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രജന്മത്തിലോ? ഒന്ന് പറഞ്ഞേ. എന്ത് വ്യക്തമായിട്ടാണ് ചോദ്യം ഉത്തരം, ചോദ്യവും ചോദിച്ച് ഉത്തരവും പറഞ്ഞ് നല്ല രീതിയിൽ നമുക്കൊരു ക്ലാസ് എടുക്കുക. അപ്പസ്തോലൻ അതല്ലേ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പിന്നെ പരിച്ഛേദനയിലാണോ പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പാണോ? അറിയാവുന്നത് പറഞ്ഞു. പരിച്ഛേദന എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ പരിച്ഛേദനയാണോ അബ്രഹാമിനെ നീതീകരിച്ചത്? അല്ല, പ്രവൃത്തിയാണോ? അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പാണ് വിശ്വാസത്താലുള്ള നീതീകരണം ലഭിച്ചത്, അഗ്രചർമ്മിയായിരിക്കുമ്പോൾ. അപ്പൊ എന്തുണ്ട്? അഗ്രചർമ്മിയായിരിക്കുമ്പോൾ തന്നെ, അനുസരിക്കാത്തപ്പോൾ തന്നെ നീതീകരണമുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപയെ നമ്മൾ ചോദ്യം ചെയ്യണം. കൃപയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരരുത്. കൃപ പ്രവൃത്തിയാലല്ല, അത് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ കൂലി തരുന്നത് ശമ്പളമാണ്, കൂലിയാണ്. ഇത് കൃപയാണ്, നീതീകരണം. കൃപയാൽ നീതീകരിക്കപ്പെടുന്നത് പറയുന്നതാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടെന്നല്ലോ നാം പറയുന്നത്. എന്നാൽ കണക്കിട്ടത് പരിച്ഛേദനയിലാണോ അഗ്രചർമ്മത്തിലാണോ? എന്നിട്ട് പൗലോസ് ഉത്തരം പറയുന്നുണ്ട്, പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ. അത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്നൊരടയാളം അവൻ ലഭിച്ചത്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടത് തന്നെ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണോ? എന്തിനാ? അഗ്രചർമ്മത്തിൽ വെച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് വലിച്ചെറിയുന്നതാണ് പരിച്ഛേദന. അതെ, ശരീരത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നതാണ് പരിച്ഛേദന. ഇതല്ലോ, ഇതിപ്പം നമ്മൾ പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ വെച്ചാണ്. അപ്പം അഗ്രചർമ്മത്തിൽ വെച്ച് നീതീകരിക്കപ്പെട്ടെങ്കിൽ എന്തിനാണത്? അത് പറഞ്ഞ് അതിന് വിശദീകരിച്ച് പോകാനായിട്ടൊന്നും എനിക്ക് സമയമില്ല. പിതാവ് എല്ലാവർക്കും, അഗ്രചർമ്മത്തിലുള്ളവർക്കും പരിച്ഛേദനക്കാർക്കും ദൈവം അബ്രഹാമിനെ പിതാവാക്കി വെച്ചു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. എന്നിട്ട് ഇതെല്ലാം ഓരോ വാക്യങ്ങളും നമ്മൾ വായിച്ചൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ നമുക്കത് പ്രയോജനപ്പെടും. പിതാവ് 12-ാം വാക്യം, പിതാവ് പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിനെ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടത് തന്നെ. ന്യായപ്രമാണമുള്ളവർ 14-ാം വാക്യം, അവകാശമാണെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണത്താലാണ് നീതി വരുന്നതെങ്കിൽ വിശ്വാസം വ്യർത്ഥം.
ഇപ്പം നമ്മൾ വിശ്വാസമാർഗം എന്താണെന്ന് ഒന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ വിശ്വാസത്തെക്കുറിച്ചൊന്ന് പറയാം. എന്നിട്ട് പിന്നെ എൻ്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. എന്നിട്ട് പിന്നെ അബ്രഹാമിന് മകനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കാര്യവും ആ സംഭവമൊക്കെ അബ്രഹാം വിശ്വസിച്ച കാര്യം പറഞ്ഞ് താഴത്തോട്ട് വരികയാണ്. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അതുകൊണ്ട് അതവനെ നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല. അബ്രഹാമിന് നീതി കണക്കിട്ടെന്ന് പറയുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിന് ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനാണ് നീതി. അബ്രഹാമിനെ നീതീകരിച്ചെന്ന് എഴുതിയിരിക്കുന്ന നീതി കണക്കിട്ടെന്ന് പറയുന്നത് അബ്രഹാമിനെ മാത്രം വിചാരിച്ചല്ല, അന്ന് തന്നെ ദൈവസഭയാകുന്ന നമ്മളെ കണ്ടു. നമുക്കും കൂടെ ആ നീതി കണക്കിടുവാനായിട്ട് തന്നെ സമയം കടന്നുപോയി. 5-ാം അധ്യായം നീതീകരണത്തിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞാണ് 5-ാം അധ്യായം തുടങ്ങുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഈ നീതീകരണം കിട്ടിയാലുള്ള ഗുണം എന്താണ് നീതീകരണം? ഒന്ന് ഞാൻ പറഞ്ഞങ്ങ് നിർത്താൻ പോകും. ഈ രീതിയിൽ ദൈവം തേജോമയനും പരിശുദ്ധനുമാണ്. മനുഷ്യൻ നരക കവാടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടോടുന്ന വാതിൽക്കൽ നിൽക്കുന്ന മനുഷ്യൻ പാപത്തിൽ, അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചു വന്നു. നമ്മളെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നീതീകരിച്ചെന്ന് പറയുന്നത് ഈ തേജോമയനായ ദൈവത്തിൻ്റെ ഉന്നതമായ പദവി, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ അതേ പദവിയിലേക്ക് നമ്മളെ വിശ്വാസത്താൽ, യേശു മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടി എന്നുള്ള ഒറ്റ വിശ്വാസം, ഒരു പ്രവൃത്തിയുമില്ല, ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ എന്ത് ചെയ്തു? പിതാവിൻ്റെ മുമ്പിൽ പുത്രനായ യേശുവിന് എന്തെല്ലാം പദവിയുണ്ടോ അത് മുഴുവനും എനിക്ക് കണക്കിടുക കേട്ടോ. അത് മനസ്സിലാക്കിക്കണം. ഇത് കണക്കിടുക. എങ്ങനെ? ഇന്ന് മുതൽ എല്ലാം പുത്രനായ യേശുവിനെ കാണുന്നത് പോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് സമാധാന ബന്ധമുണ്ടായി. പിന്നെ ഞാൻ ദൈവസാക്ഷിതാൽ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ഒന്ന് വ്യാഖ്യാനിപ്പാനായിട്ട് ഈ സമാധാനം ഉണ്ടായപ്പോൾ ഒരു വാക്യം ഒന്ന് വായിച്ചു ഞാൻ. കൊലോസ്യ ലേഖനം, കൊലോസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൽ ഞാൻ ഭയങ്കര സന്തോഷത്തായി റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ റോമാലേഖനം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ എൻ്റെ 19 മുതൽ ക്ഷേമം ഉറക്കെ വായിച്ച പോലെ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്ടപ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിർമ്മിച്ചു. ഞാൻ വിവരിക്കുന്നില്ലത് കേട്ടോ. ഇത് നിങ്ങളൊന്നും ഞാനൊന്നും മനസ്സിലാക്കിയാൽ ക്രിസ്തീയ ജീവിതം ഈ ലോകം മുഴുവനും പാപത്തെയും ലോകത്തെയും ജഡത്തെയും സ്നേഹിച്ച് നടന്നാലും ഒറ്റയ്ക്ക് നമുക്ക് ദൈവത്തെ സത്യസന്ധമായിട്ട് സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഇതനുസരിച്ച് പോകാൻ, നീതീകരിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കണം. രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ളത് സകലത്തെയും അവനെക്കൂടെ തന്നോട് നിരപ്പിച്ചു. സ്വർഗവും ഭൂമിയും തമ്മിൽ നിരപ്പായി. മനുഷ്യനെ
ഇനി ഭൂമിയെ തന്നെ നിരപ്പിക്കും. അത് നമുക്ക് ഇപ്പം ഞാൻ പറയാതെ വിടുക, പ്രസാദം തോന്നി. എന്നിട്ട് 21-22 വാക്യം, മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവർ. ആരെക്കുറിച്ചാണ് പറയുന്നത് അറിയാമോ? എന്നെക്കുറിച്ച് പറയുന്നത്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ, ഞാൻ ചെയ്തതല്ല, എൻ്റെ അകത്തിരുന്നതാണ്. മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നിരുന്നു. ദുഷ്പ്രവർത്തികളാൽ ദൈവത്തോട് അകന്നവരും ശത്രുക്കൾ, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു നമ്മൾ. ആണോ? അംഗീകരിക്കൂ. ഞാൻ ദൈവത്തെ ഭയപ്പെട്ടൊക്കെ ചോദിച്ചത്. അങ്ങനല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ വിവേചിച്ച് മനസ്സിലാക്കണം. എനിക്ക് തെളിയിക്കാൻ സമയമില്ല. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുമ്പിൽ. അടുത്ത വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നിർത്തുക. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്തെ അഗ്രഹിച്ചു. ഇതിലേക്ക് നടത്താനാണ്. വിശുദ്ധരായിരിക്കണം, കുറ്റമില്ലാത്തവർ എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മുടെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞ കുറ്റമെല്ലാം അവരുടെ നെഞ്ചത്തേക്ക് തന്നെ വരിക. അവൻ പള്ളി പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാതെ പറഞ്ഞു. കർത്താവിനെ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് ഈ മന്ദിരം പൊളിപ്പിൻ എന്താ പറഞ്ഞത്? ഇതാണ് യഥാർത്ഥ ആലയം. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാനിത് 3 ദിവസം കൊണ്ട് പണി. കർത്താവ് 3 ദിവസം കൊണ്ട് പണിതു. ഹല്ലേലൂയ. അവൻ കൈസർക്കെതിരാണെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞു. കർത്താവ് അധികാരങ്ങളെ ചോദ്യം ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആർക്കെങ്കിലുമൊക്കെ പറ്റുമോ? അതല്ല, നിങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ വേണ്ടത്. ഹല്ലേലൂയ. വിശുദ്ധരും നിഷ്കളങ്കർ. ഒരാൾ വന്ന് നിങ്ങളോട് അവരുടെ തെറ്റൊന്ന് പറ്റി പറയുക, ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, നിങ്ങൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചു കൊടുക്കൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ അത് കയറ്റി വയ്ക്കും. ഒരിക്കൽ ചതിച്ചവനെ പിന്നീട് വിശ്വസിക്കരുത്. ലോകം പറഞ്ഞ വചനം, ലോകത്തിൻ്റെ വാക്ക് നമ്മുടെ ഉള്ളിൽ ഒരിക്കൽ ചതിച്ചവനെ പിന്നെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. അവൻ വന്നിട്ട് പിന്നെയും പറഞ്ഞു, അച്ചായ, ചേച്ചി, ചേട്ടാ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. നിഷ്കളങ്കതയോടെ ഒരു കുഞ്ഞിനെ പോലെ അവനോട് ക്ഷമിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുമോ? വേണ്ടല്ലോ. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല, നിങ്ങളൊരു തെറ്റെന്നോട് ചെയ്തു. നിഷ്കളങ്കതയോടെ, ഒരു ബലഹീനത കൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെ ഒന്ന് ക്ഷമിച്ചു തരാൻ എനിക്ക് കഴിയുമോ? ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ ഞാൻ ഏറ്റു പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് തെറ്റേറ്റു പറഞ്ഞില്ല, ക്ഷമ ചോദിച്ചില്ല. ക്ഷമിച്ചു തരാൻ കഴിയുമോ? ഈ കുഞ്ഞിനോട് ചോദിച്ചാൽ മതി. അവരുടെ ഉള്ളിൽ ഒരു കുറ്റവും. അതാണ് നിഷ്കളങ്കമായ. നമ്മളെ എന്തിനാ നീതീകരിച്ചത്? എന്തിനാ നമ്മളെ രക്ഷിച്ചത്? ഉള്ളിൽ പാകയും കയ്പും വിദ്വേഷവും എന്നിട്ട് അങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്നും കൊണ്ട് ഞാൻ പറയുന്നത് എന്താ സംഭവിക്കുന്നത്? ഉണ്ടായിരുന്ന കൃപ കൂടെ ചോർന്ന് അവസാനം ഹല്ലേലൂയ, ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയതുപോലെ പറ്റി. എന്താണ് സംഭവിച്ചത്? വേദപുസ്തകം പറയുന്ന വിശുദ്ധരാകാനാണ് വിളിച്ചത്. എന്ന് വെച്ചെന്നാൽ നീയും ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം. ഒരു നിഷ്കളങ്കത. എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുക്കണം. ഹൃദയപൂർവ്വം എല്ലാവരോടും ക്ഷമിക്കും. അപ്പനോട് മാത്രം ക്ഷമിക്കത്തില്ല, എല്ലാവരോടും ക്ഷമിക്കും. അമ്മയോട് മാത്രം ക്ഷമിക്കത്തില്ല. പിന്നെ ഇപ്പം അപ്പനോട് ക്ഷമിക്കും, അമ്മയോട് ക്ഷമിക്കും, പാസ്റ്ററോട് മാത്രം ക്ഷമിക്കത്തില്ല. വിശുദ്ധരും നിഷ്കളങ്കരും. ഇന്നത്തെ പദം എന്ന് പറയാവോ? കുറ്റമില്ലാത്തവരുമാകേണ്ടതിന്. അവൻ നരപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ കൊണ്ടുവന്ന നിന്നെ താഴത്തുനിന്ന് ശത്രുക്കളായ ദൈവത്തോട് അകന്ന എന്നെ കൊണ്ടുവന്ന് നിരപ്പിച്ച് പുത്രന്റെ സ്ഥാനത്ത് കൊണ്ട് നിർത്തി. എന്തിനാ? വിശുദ്ധനാകാനാണ്.
നിഷ്കളങ്കനാകാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. കുറ്റമില്ലാത്തവൻ, ഒരു കുറ്റം. കർത്താവ് ചോദിക്കുക, നിങ്ങളിൽ ആര് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പൗലോസ് പറയുന്നത്, എനിക്ക് ദൈവത്തോട് നല്ല മനസാക്ഷിയുണ്ട്, മനുഷ്യനോട് നല്ല മനസാക്ഷിയുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് പോലും ഒരു വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ നീതീകരിക്കപ്പെട്ടവൻ ഇങ്ങോട്ട് വേദന ഏറ്റെടുക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ശത്രുക്കളെ ദൈവം നിനക്കുണ്ടാക്കും. എന്തിനാ? ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണ്ടേ? ശത്രുവിനെ സ്നേഹിക്കും കർത്താവേ. ഞാൻ പറയാം, ശത്രുവിനെ സ്നേഹിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വേണമെങ്കിൽ ശത്രുക്കൾ വേണ്ടേ? ഉപദ്രവിക്കുന്നവർ വേണ്ടേ? കർത്താവെ വിട്ടുപോ, 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 വിട്ടുപോ. ശത്രുക്കൾ വേണ്ട, വിട്ടുപോ. ഉപദ്രവിക്കുന്നവർ വേണ്ട, വിട്ടുപോ. അങ്ങനെ പറയുമോ നിങ്ങൾ? ഈ പുസ്തകം സത്യവേദ പുസ്തകം. ദൈവം നമുക്ക് എല്ലാവരെയും മിത്രങ്ങളല്ല, ചിലരെ ശത്രുക്കളാക്കും. നീ സ്വന്തമെന്ന് പറഞ്ഞവർ, നീ ഏറ്റവും സ്നേഹിച്ചവർ നാളെ നിന്നെ തള്ളിക്കളയും. അപ്പോൾ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ ശത്രുവിനെ തന്നിട്ട്. ആരെങ്കിലും ശത്രു ഉണ്ടോ? നിങ്ങൾക്ക് ശത്രുതയില്ല. ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുതയുണ്ടോ? അയൽവക്കുക, നമ്മുടെ ബിസിനസ് പങ്കാളികൾ, ജോലി സ്ഥലത്തുള്ളവർ, നമ്മുടെ അമ്മായിയമ്മ, നമ്മുടെ അമ്മായിയപ്പൻ, ഓക്കെ. ഇപ്പോൾ അടി 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 യുവൻ ശ്രദ്ധിക്കുക. എന്തിനാ നീതീകരിച്ചെന്തറിയാവും? മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തോടകന്നവർ ശത്രുക്കൾ. ഇപ്പോഴാരാ? ശത്രുക്കളെ തരണേ, എന്നെ ഉപദ്രവിക്കുന്നവരെ തരണേ, എന്നെ വേദനിപ്പിക്കുന്നവരെ തരണം. എന്തിനാ? എനിക്ക് സ്നേഹമുണ്ടെന്ന് തെളിയിക്കണം. വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം. എന്നെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കുറ്റമുണ്ട്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എപ്പം വന്ന് എന്നോട് പറയാം, പാസ്റ്റർക്ക് എന്നെ കുറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ 100% എന്നോട് പേഴ്സണലായിട്ട് രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ആ വഴി, ഈ വഴി എൻ്റെതെന്ന് പറഞ്ഞാൽ അങ്ങ് മാറും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ കുറ്റത്തെക്കുറിച്ച് എഴുതി അറിയിക്കാം. എനിക്ക് എഴുതി തരാം. പാസ്റ്ററോട് പറഞ്ഞാൽ ഇയാളോട് ഒരു വാക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം? വേണ്ട, പറയണം, എഴുതി തരാം. എൻ്റെ തെറ്റെല്ലാം തിരുത്താൻ ഞാൻ ക്ഷമ ചോദിക്കാം. തെറ്റു വരും, എനിക്ക് തെറ്റ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. തെറ്റ് സംഭവിക്കും. എൻ്റെ ആഗ്രഹം എന്നറിയോ? കുറ്റമില്ലാത്തവനായി നിൽക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കുറ്റമില്ലാത്തവനായി, ഒരു കുറ്റം പോലും ഇല്ലാത്തവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. പക്ഷേ ഈ പുസ്തകം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ നിത്യതയുടെ കാര്യം പറയുമ്പോൾ, ഞാൻ ശിക്ഷത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പിണക്കം തോന്നിയാൽ ഞാൻ നാളെ അതന്നെ പറയും. നിങ്ങൾക്ക് പുതിയത് വല്ലതും കേൾക്കണമെങ്കിൽ നിങ്ങൾ ദൈവവചനമല്ല കേൾക്കുന്നത്. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പുതിയതൊന്നും കേൾക്കത്തില്ല. ഇപ്പം നിങ്ങൾ കേട്ട ദൈവവചനം എന്താ? പുതിയതാണോ? പുതിയതുവരെ കേട്ടോ? നിങ്ങൾ ഒന്നും കേട്ടില്ല. പുതിയത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത് ദൈവശബ്ദമല്ല. ഇന്നത്തെ മനുഷ്യൻ പ്രാണനിൽ വചനം കേൾക്കുന്നവന് പുതിയത് വേണം. പുതിയത് 5 പോയിന്റ്. എന്നാൽ ദൈവവചനം കേൾക്കുന്നവന് അത് പുതിയതല്ലത്. പുതിയത് കേൾക്കുന്നവൻ ദൈവവചനമല്ല കേൾക്കുന്നത്, അവന് പുതിയത് മതി. നിങ്ങൾക്കും എനിക്കും വേണ്ടത് പുതിയതാണോ അതോ ദൈവവചനമാണോ? ദൈവവചനം പറയുന്നു, നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ഈ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന ദൈവം നിരപ്പിച്ചു പിതാവിനോട് വിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ, കുറ്റമില്ലാത്തവരാകാൻ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.